ഹലോ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ചെറിയ ചെറിയ കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മീനൊക്കെ പൊരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്പാണിത്. അപ്പോൾ കുറച്ച് ഇഞ്ചി, അതേപോലെ കുറച്ച് വെളുത്തുള്ളി, അതിൽ കൂടെ 2 ഏലക്കായ, 2 കറാമ്പട്ട, 2 ചെറിയ കഷ്ണം കറാമ്പട്ട, പിന്നെ വേപ്പിൻ്റെ ഇല, അതേപോലെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ പഴയ പോലെ മസാല തേക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കായം തേച്ച് പൊരിക്കുക. അതേപോലെ തന്നെ ചെറുപയർ കറി വെക്കുമ്പോൾ എല്ലാവരും തേങ്ങ അരച്ചിട്ടല്ല വയ്ക്കുക. അപ്പോൾ അതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുപയർ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുമ്പോൾ, ചില സമയങ്ങളിലൊക്കെ ദോശ ചുട്ടിട്ടുണ്ടെങ്കിൽ ആ കല്ലിൽ നിന്നും ദോശ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ചെറിയ ടിപ്പാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 4 ദോശ ഉണ്ടാക്കാനുള്ള മാവ് എടുത്താൽ മതി. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് സാധാ ദോശ ചുടുന്ന പോലെ കല്ലിൽ എണ്ണ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് ദോശ ചുട്ട് നോക്കൂ. അപ്പോൾ ഇങ്ങനെ 2 3 ദോശക്കുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചുടുന്ന ദോശ നേരായി വരും. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര നൈസായിട്ട് സിമ്പിളായിട്ട് ദോശ എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള വേപ്പിൻ്റെ ഇല കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോക്സ്, ഒരു അൾക്കിലേക്ക് അത് വേപ്പിൻ്റെ ഇല ഓരോ ഇലകൾ ഊരിയെടുത്തിട്ട് ഇങ്ങനെ ഒരു അൾക്കിലേക്കാക്കി നമുക്ക് അടച്ച് വെക്കാം. അടച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരാഴ്ചയൊക്കെ എങ്ങനെയായാലും വേപ്പിൻ്റെ ഇല കേട് വരാതിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മല്ലിച്ചപ്പ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള വേര് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് അടിയിലേക്കാകും വിധം ഇതേപോലെ ഒരൾക്കിലേക്ക് മാറ്റിയാൽ മതി. ഒരൾക്കിലേക്ക് ഇട്ട് വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ മല്ലിച്ചപ്പ് കേട് വരാതിരിക്കും. അതിൻ്റെ അടിഭാഗം അടിയിലേക്കാക്കിയിട്ട് ഒരൾക്കിൽ സൂക്ഷിച്ചാൽ മതി. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കറി വെക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ കറിയിൽ ഉപ്പ് കൂടാറില്ലേ. അപ്പോൾ ആ ഉപ്പ് കൂടുന്നത് ഉപ്പ് കൂടിയത് എങ്ങനെ കുറക്കാമെന്നുള്ളതാണ്. അതിന് ഇതേപോലെ ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഒരു 4 5 കഷ്ണമാക്കിയിട്ട് ഇതേപോലെ ഉപ്പ് കൂടിയ കറിയിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്